ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ വന്നിരിക്കുന്ന മൈൻക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോ ആണ് ഗൈസ്. അപ്പോൾ ഈ വീഡിയോയിലൊക്കെ എന്താ മൈൻക്രാഫ്റ്റ് ആണ്. മൈൻക്രാഫ്റ്റിൻ്റെ ഗെയിം പ്ലേ സീരീസുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ കൂടെ കളിക്കാൻ നിങ്ങളും കാണണം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ വെച്ചാണ് ഞാൻ കളിക്കുന്നത്. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. നമുക്ക് നേരെ ഗെയിം പ്ലേയിലോട്ട് പോകാം. നമ്മളിവിടെ ഏതോ ഒരു പ്ലെയിൻസിലാണ് സ്പോൺ ആയത്. ഇപ്പോൾ എന്തായാലും ഓക്ക് എടുക്കാം. അപ്പോൾ ആദ്യത്തെ മരം കിട്ടി. ആദ്യത്തെ മരം നമുക്ക് ഇവിടോട്ട് വെച്ചേക്കാം. ഏതോ അടുത്തൊരു വില്ലേജ് ഉണ്ട്, ഞാനവിടെ പംകിനൊക്കെ കണ്ടായിരുന്നു. നമുക്ക് ക്രാഫ്റ്റിൻ്റെ കൂടെ ഇടക്കാം. ഒരു പിക്കാക്സ് ഉണ്ടാക്കിയെടുക്കാം. ഇനി നമ്മൾ ചെയ്യാൻ മണ്ണ് തോണ്ടിയെടുത്ത് അതിനകത്തുനിന്ന് സ്റ്റോൺ എടുക്കുക. അപ്പോൾ നമ്മൾ സ്റ്റോൺ പിക്കാക്സ് ഉണ്ടാക്കി. നമ്മളിപ്പോൾ ആക്സും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അടുത്ത് വില്ലേജ് ഉണ്ടോ എന്ന് നോക്കാം ഗൈസ്. വില്ലേജ് ഉണ്ടോ നമുക്ക് ഫുഡിൻ്റെ കാര്യം നോക്കണ്ട. ഗൈസ്, ഞാൻ ഇത്ര നേരം നടന്നിട്ട് ഒരു വില്ലേജ് പോലും കിട്ടിയില്ല. ഇവിടെ വില്ലേജ് ഉണ്ടോ എന്നൊന്നും എനിക്കറിഞ്ഞൂടാ. അവിടെ പംകിൻ ഇരിപ്പുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ വില്ലേജ് ഉണ്ടോ എന്ന് സംശയിച്ചത്. നമ്മുടെ ഹങ്കറൊക്കെ കുറവാണ്. ഇവിടെ ഈ കുളത്തിനകത്ത് 3 മീനുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഈ വലിയ മീനെ പിടിച്ചോണ്ട് പോകാം. നമുക്ക് ഒരു ഫർണസ് ഉണ്ടാക്കിയിട്ട് ചൂടാക്കി എടുക്കാം. ഭക്ഷണം ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. കണ്ട ഞാൻ ചാകാറായി. ചാകുന്നതിന് മുമ്പ് നമുക്ക് ഭക്ഷണം ഉണ്ടാക്കാം. ചൂടാക്കാൻ വെക്കട്ടെ. ഓപ്ലാങ്സ് പെട്ടെന്ന് ചൂടാകുക. ഒരു ഭക്ഷണം കിട്ടി. പിന്നെ ഇനി കുറച്ചും കൂടെ ഭക്ഷണം ചൂടാകട്ടെ ഗൈസ്. ഇവിടെ എന്താ പൊങ്ങിയിരുന്നാണ് നിൽക്കുന്നത്. നമ്മുടെ വയറൊരു ടാങ്ക് പോലാണ്. എത്ര ഇട്ടാലും നിറഞ്ഞില്ല. രാത്രിയാകാൻ പോകുന്നു. അതിന് മുമ്പ് നമ്മുടെ കുറച്ച് ആടൊക്കെ ഉണ്ട്. ഡൈ ഉണ്ടാക്കാം. പെട്ടെന്ന് നമ്മുടെ ക്രാഫ്റ്റിൻ്റെ ഒന്ന് നിലത്ത് വെക്കട്ടെ. ബെഡും ഉണ്ടാക്കിയിട്ടുണ്ട് ഗൈസ്. നമ്മൾ ഇനി കിടന്നുറങ്ങി ഗൈസ്. രാവിലെയായി. ഇപ്പോൾ ബെഡിൻ്റെ കാര്യത്തിൽ ഈ വിഷയമില്ല. നമ്മൾ ബെഡ് ഉണ്ടാക്കി. കണ്ടോണം, ഇനി ബെഡ് ഉണ്ടാക്കി കഴിയുമ്പോൾ ഇവിടെ ആടിൻ്റെ ബഹളമായിരിക്കും. ഇവിടെ ഒരു പശുമ്പയുണ്ട്. പശുമ്പേനെ തട്ടാം. നമുക്കിനി എവിടെയെങ്കിലും പോയി ഒരു സ്റ്റാർട്ടർ ബേസ് പണിയണം. അത് എവിടോട്ട് പണിയാം? സ്പോണിൻ്റെ അടുത്ത് പണിയുന്നതാണ് ഇച്ചിരി കൂടെ സേഫ്. നമുക്ക് സ്പോണിൻ്റെ അവിടെ പോയി പണിയാം. പിന്നെ ഇവിടെയാണ് പോയി സ്പോണ്. ഞാനവിടെ നമ്മൾ പോയിട്ട് ആദ്യത്തെ ബ്ലോക്കൊക്കെ വെച്ചിട്ടുണ്ട്. എല്ലാ യൂട്യൂബേഴ്സും ചെയ്യുന്ന പോലെ ഞാനും വെച്ച് അത് തന്നെ അയലയൊക്കെ പറന്നിരിക്കുന്നത് ഇവിടെ ഇരിപ്പുണ്ട്. ഇങ്ങോട്ടങ്ങ് പണിയാം. ഇവിടെ ഇച്ചിരി പൊങ്ങിയ സ്ഥലമാണ്. ഇവിടെ പണിയുന്നതാണ് നല്ലത്. നമുക്കൊരു സ്റ്റാർട്ടർ ബേസ് പണിയാം. നമുക്ക് ആദ്യം ഒരു ചെസ്റ്റ് ഉണ്ടാക്കി നോക്കാം. ഇവിടെ ഓപ്ലാൻസ് കിട്ടില്ല ഗൈസ്. നമ്മൾ ഓപ്ലാൻസ് വെച്ച് ചൂടാക്കാനാണെങ്കിൽ നമുക്ക് ഇതെടുത്താൽ മതി. സ്ലാബ് എടുത്ത് വേണം ചൂടാക്കാൻ. അതാണ് ഇച്ചിരി കൂടെ ലാഭം. ഓപ്ലാൻസ് കത്തിക്കുമ്പോഴും സ്ലാബ് കത്തിക്കുമ്പോഴും ഒരേ സ്പീഡാണ്. പക്ഷെ ഓപ്ലാൻസ് നമ്മൾ പകുതി വെക്കുമ്പോൾ 2 സ്ലാബ് കിട്ടും. അങ്ങനെ മൈൻക്രാഫ്റ്റിനെ നമുക്ക് പറ്റിക്കാൻ ഗൈസ്. ഞാൻ പെട്ടെന്നൊരു സ്റ്റാർട്ടർ ബേസ് പണിയാം. അല്ലെങ്കിൽ ഇപ്പം തന്നെ നമ്മളെ മെയിൻ ബേസ് പണിയാം. ഇപ്പം സ്റ്റാർട്ടർ ബേസ് പണിയുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്കൊരു സ്റ്റാർട്ടർ ബേസ് പണിഞ്ഞേക്കാം.
ബ്ലങ്കാവൊക്കെ കുറച്ച് കഴിയുമ്പോൾ വെക്കും. ഈ വീഡിയോയിലോട്ട് ആ ബ്ലങ്കാവ് വെക്കാൻ നോക്കിക്കഴിഞ്ഞാൽ കുറേ സമയം എടുക്കും. ഈ ബ്ലങ്കാവിലാണ് നമ്മൾ താമസിക്കുക. ഇനി അയൺ ആർമറൊക്കെ ഫുള്ളും ആയിട്ട് വേണം നമുക്ക് അടുത്ത ബ്ലങ്കാവ് വെക്കാൻ. വലിയ ബ്ലങ്കാവ് വെച്ചാൽ ഈ സ്ഥലം നോക്കുവാണെങ്കിൽ ഇതിലേറ്റവും ഭംഗി എൻ്റെ ബ്ലങ്കാവായിരിക്കണം. അത് കഴിഞ്ഞ് നമുക്ക് ബാക്കി സംഭവമൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ ഈ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാം. വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാം. നമ്മൾ റോഡ് ടു 1K ആണ്. അപ്പോൾ ഇറങ്ങിപ്പോടാം.